ഇതെങ്ങനെയാണ് ഈ അസുഖം വരുന്നത്? വെള്ളത്തിൻ്റെ ഇതിൽ വെള്ളത്തിൻ്റെ കുഴപ്പമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മുടെ അപ്ഡൗൺ ക്ലൈമറ്റ്, ഇവിടുത്തെ അപ്ഡൗൺ ക്ലൈമറ്റ്, ഒരു ദിവസം മഴ പെയ്യുക, അടുത്ത ദിവസം ചൂട് കൂടുക, ഇതിലും ഉണ്ടാവും. ആരുടെ ലിവറാ കംജോർ എന്ന് വെച്ചാൽ ആരോഗ്യമില്ലാത്തത്. കംജോർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ് ഞാൻ പറഞ്ഞത്. ആരുടെ ലിവറാ ആരോഗ്യമില്ലാത്തത്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ആൾക്കാർ പിടിക്കും. അപ്പം മദ്യം കഴിക്കുന്നവർക്ക് ഇത് വരാൻ സാധ്യത? മദ്യം കഴിക്കുന്നവർക്ക് ഞാൻ പറയാറുണ്ട് 3 മാസത്തിൽ കൂടുതൽ ഉള്ള പോരോട്ടം കഴിക്കാനെന്ന്. ഞാനും മദ്യം കഴിക്കാറുണ്ട്. 3 മാസത്തിലൊരിക്കൽ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറ് ശരിയായിരിക്കും. ഇത് നമ്മുടെ നാട്ടിലുള്ള കീഴാനെല്ലി അങ്ങനെയുള്ള ഇത് വെച്ചിട്ടാണോ ഈ മരുന്ന്? എൻ്റെ ഒരു 9 ഐറ്റം മെഡിസിനാണ്. പറയാം. നിങ്ങളിപ്പോൾ കീഴാനെല്ലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ മറുപടി ഒന്നും തരുന്നില്ല. അല്ല, പൊതുവെ അങ്ങനെ പറയാറുണ്ടല്ലോ. 9 ഐറ്റം മെഡിസിനാണ്, അതിലാണ് ക്ലിയർ ആവുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് പ്രേക്ഷകരുടെ മുന്നിൽ ഇങ്ങനെ. ഞാനിവിടെ വന്നിട്ട് കുറച്ച് മലയാളികളെ പരിചയപ്പെട്ടു, പക്ഷേ അവരെല്ലാവരിലും കാണാത്തൊരു പ്രത്യേകതയാണ് താങ്കൾ കണ്ടത്. പിന്നെ കേരളത്തിലേക്കുള്ള യാത്ര വർഷത്തിൽ എത്ര പ്രാവശ്യമൊക്കെ ഉണ്ടാവും? 2 വട്ടം മിനിമം, 2-3 വട്ടം. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞില്ല. കുടുംബത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ അമ്മയുണ്ട്. അച്ഛൻ മരിച്ചിട്ട് 46 വർഷമായി. ഞങ്ങൾ കൊല്ലത്താണ് ജനിച്ചു വളർന്നതെല്ലാം. കാരിപ്പള്ളി എന്നാണ് അച്ഛൻ്റെ കുടുംബപ്പേര്. ഞങ്ങൾ താമസിച്ച രാമംകുളങ്ങര. ഇന്ന് കോമസിൻ്റെ ബസ് സ്റ്റാൻഡ്. രാമംകുളങ്ങര എന്ന് പറഞ്ഞാൽ കൊല്ലത്താറാകുമ്പോൾ അല്ലേ? ഇവിടുന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തിന് പോകുമ്പോൾ രാമൻകുളങ്ങര. ആദ്യം രാമംകുളങ്ങര, അത് നീണ്ടകര കഴിഞ്ഞ് രാമംകുളങ്ങര കഴിഞ്ഞാണ് കൊല്ലം. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്താണ് കോമസിൻ്റെ ബസ് സ്റ്റാൻഡ് കിടക്കുന്നത്, വർക്ക്ഷോപ്പ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ കാലം പോവാക്കാവിലായിരുന്നു. അത് കഴിഞ്ഞ് കരുനാഗപ്പള്ളി അമ്മയുടെ കുടുംബം മേടിച്ച് ആണ് പോയത്. അമ്മയുടെ കുടുംബം മേടിച്ച് പോകുന്ന മുമ്പ് അച്ഛൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പതുക്കെ ലൈൻ മാറി എത്തി. ഇവിടെ ആരൊക്കെ ഉള്ളത് ഇപ്പോൾ കുടുംബത്തിൽ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള്, മോന്, മരുമോന്, ഭാര്യ, അതുകൂടാതെ അനിയന്മാർ 2 പേരുണ്ട്, അവരുടെ ഫാമിലി. ഭാര്യയുടെ പേരെന്താ? ഭാര്യയുടെ പേര് വിജയലക്ഷ്മി. മക്കളിൽ മൂത്ത മകനാണോ? മൂത്തത് മോളാണ്. മോളുടെ പേരെന്താ? ദീപ. മരുമകൻ്റെ പേര്? മരുമകൻ്റെ പേര് ഹരി. പിന്നെ മോൻ അരുൺ. മരുമോടെ പേര് ആശ. അവരെല്ലാം എന്ത് ചെയ്യുന്നു? മകൻ എന്ത് ചെയ്യുന്നു ഇവിടെ? അച്ഛൻ്റെ കൂടെ? എൻ്റെ കൂടെ ഫാക്ടറിയിൽ. മരുമോനും എൻ്റെ കൂടെ ഫാക്ടറിയിൽ. നേരത്തെ പറഞ്ഞു 4 പേരും ഇതിൽ ഇൻവോൾവ് ആണെന്നല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലല്ലെങ്കിലും ഇവിടെ വളരെ നല്ല രീതിയിൽ സൗഹാർദ്ദമായിട്ട് സ്നേഹത്തോടു കൂടി അല്ലേ എല്ലാവരും അടുത്തുണ്ട്. ഇതോടുകൂടി പോകുന്നു അല്ലേ? എവിടെയൊക്കെ ഈ യാത്രക്ക് ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്? ഇല്ല, പുറത്ത് യാത്ര ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ അകത്ത് മാത്രമേ? ഇന്ത്യയുടെ അകത്ത് മാത്രമെന്ന് പറഞ്ഞാൽ കൂടുതലും യാത്ര ചെയ്തിട്ടില്ല. കാരണം യാത്ര ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. കാരണം വന്ന കാലം തൊട്ട് നമ്മുടെ ഉത്തരവാദിത്വം. ഞാനിന്ന് സ്വന്തം ഫാക്ടറി ഇപ്പോൾ 10 വർഷമായിട്ട്. അതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഫാക്ടറിയിലായിരുന്നു, നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം ജീവിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ നിലയിലെത്താൻ ചെയ്തത്. അതും പ്രൈവറ്റ് കമ്പനിയിൽ ജീവിച്ചിട്ടാണ് ഈ നിലയിലെത്തിയത്. അല്ല നമ്മൾ വേറെ നാട്ടിൽ നിന്ന് പണം കൊണ്ടുവന്ന് വാരി ഇവിടെ ചിലവാക്കി ഒന്നും ചെയ്തതല്ല. നമ്മളുടെ അധ്വാനത്തിൻ്റെ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. ശരിക്കും ഒരു വ്യവസായത്തിൽ വിജയിക്കണമെങ്കിൽ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്തെല്ലാം വേണം? കാരണം ചെറുതായിട്ട് വലുതായി വരാനാണെങ്കിൽ അവനവൻ്റെ മനസ്സാക്ഷി, അവനവൻ്റെ അധ്വാനം. ഈ അധ്വാനമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ ലക്ഷങ്ങൾ കൊണ്ട് വാരി ചിലവാക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വയം അധ്വാനമാണ് ഏറ്റവും വലുത്. ആ സ്വയം അധ്വാനത്തിൽ പോകുന്ന മനുഷ്യൻ നന്നായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ വിജയം കണ്ടെത്താൻ പറ്റും. അതേ വിജയം കണ്ടാൻ പറ്റത്തുള്ളൂ. ഞാനിന്ന് 16 മണിക്കൂർ ഫാക്ടറിയിലാണ്. രാവിലെ 5:30 ഫാക്ടറിയിൽ എത്തുന്നു. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല, വന്ന് 1 മണിക്കൂർ കിടന്നുറങ്ങാറുണ്ട്. ബാക്കി എൻ്റെ രാത്രി 10 മണി വരെ 9-10 മണി വരെ ഫാക്ടറിയിൽ തന്നെയാണ്. വായനാശീലമുണ്ടോ? ബുക്സൊക്കെ വായിക്കാറുണ്ട്? അത് സമയമില്ല.
സമയമില്ലാത്തതുകൊണ്ട് ഇതൊന്നും ചെയ്യാറില്ല. രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കെട്ടിപ്പ് ഉയർത്തണമെങ്കിൽ നമ്മളുടെ അധ്വാനത്തെക്കായി വലുതൊന്നുമില്ല. വിശ്രമം കുറയ്ക്കണം. വിശ്രമം കുറയ്ക്കുക. ഇവിടെ ഇടയ്ക്ക് കുടുംബമായിട്ടൊക്കെ ഔട്ടിങ്ങൊക്കെ പുറത്തൊക്കെ പോകാറുണ്ട് ഈ സിറ്റി വിട്ടിട്ട്? സമയമില്ല, കിട്ടിയിട്ടില്ല. വായിക്കാൻ പോലും സമയമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ സമയം കിട്ടിയിട്ടില്ല. നാട്ടിൽ പോകുമ്പോൾ എല്ലാവരുമായിട്ടാണ് പോകാറ്? അല്ല, നാട്ടിൽ പോകുമ്പോൾ മിക്കവാറും എല്ലാവരോടും പോകാൻ പറ്റില്ലല്ലോ. ഒന്നീ ഭാര്യ കൂട്ടത്തിൽ കാണും, അല്ലെങ്കിൽ മോള് കൂട്ടത്തിൽ കാണും. യാത്രയ്ക്ക് എങ്ങനെ, ട്രെയിനിലാണോ പോകണേ ഫ്ലൈറ്റിനാണോ? ഫ്ലൈറ്റിൽ വളരെ അപൂർവമായിട്ടേ പോയിട്ടുള്ളൂ. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല? ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ പോയത് ഫ്ലൈറ്റിലാണ്, മോൻ്റെ കല്യാണത്തിന്. ആ സമയത്ത് ബോംബെ പോയിട്ട് 3 മണിക്കൂർ ഇരിക്കണം. അതിലേറെ സുഖമായിട്ട് AC-ക്കകത്ത് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ അടുത്തുള്ള എയർപോർട്ട് ഏതാണ്? റായ്പൂർ എയർപോർട്ട് വന്നിട്ട് എത്ര കാലമായി? റായ്പൂർ എയർപോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ പ്ലെയിനൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ 1-2 വർഷങ്ങളായി. ആദ്യം യാത്ര ഓർക്കുന്നുണ്ട്? ആദ്യം ട്രെയിനിലൂടെ എത്തിയത്? ട്രെയിനിലിട്ട് 4 വണ്ടി കയറിയാണ്. 74. എങ്ങനെയായിരുന്നു യാത്ര? ഞാൻ ആദ്യത്തെ വണ്ടി കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് മദ്രാസ്, മദ്രാസിൽ നിന്ന് നാഗപ്പൂർ, നാഗപ്പൂരിൽ നിന്ന് ഭിലായ്. ഒരു ചക്രധാർപൂർ എക്സ്പ്രസ് ആണ് നാഗപ്പൂരിൽ നിന്ന്. കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊച്ചി, കൊച്ചിയിൽ നിന്ന് മദ്രാസ്, മദ്രാസിൽ നിന്ന് നാഗ്പൂർ, നാഗ്പൂരിൽ നിന്ന് ഇവിടെ. 4 വണ്ടി കയറി. അന്ന് ഡയറക്റ്റ് വണ്ടി ഇങ്ങോട്ടില്ല? ഇല്ല. 1970 ഒരു വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ലായിരുന്നു. എത്ര സമയം എടുക്കും അപ്പോൾ ഇവിടെ എത്താൻ? ഞാൻ 1969 30-ാം തീയതിയാണ് അവിടുന്ന് വണ്ടി കയറുന്നത്. ആ വണ്ടി ഇവിടെ കോൺട്രാക്ട് ചെയ്ത് ജനുവരി 1-നോ 2-നാണെന്ന് ഓർമ്മയില്ല. 4 വണ്ടി കയറി. അന്ന് പൈപ്പ് ലൈൻ പോലും ഇല്ല. വല്ലോടത്ത് ഒരു പൈപ്പ്. ഒക്ടോബറിൽ പോകുന്നത് ജനുവരിയിൽ ഇവിടെ എത്തിയേ? ഡിസംബർ 30. ഡിസംബർ 30ക്ക് അവിടുന്ന് കയറി. ഇവിടെ 1972 ഓർക്കുന്നില്ല ഞാൻ ഇവിടെ വന്നിറങ്ങുന്നത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസം പിടിച്ചു. എന്തായാലും വളരെ അധികം സന്തോഷം തോന്നുന്നു ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. മുരളീധരൻ പിള്ള എന്ന MD പിള്ള അല്ലേ അറിയപ്പെടുന്നത്? വൈദ്യത്തിൽ അറിയപ്പെടുന്നു, വ്യവസായത്തിൽ അറിയപ്പെടുന്നു, ഒട്ടേറെ സത്യസന്ധ. ഞാൻ ഈ ഇപ്പുറത്തെ ഏരിയയിലേക്ക് MD പിള്ള എന്നറിയപ്പെടും, അപ്പുറത്തെ ഏരിയയിലേക്ക് മുരളീധരൻ പിള്ള എന്നറിയപ്പെടും. 2 ഏരിയയിൽ 2 വിധത്തിലാണ്. കാരണം കമ്പനി ഏരിയയിൽ മുരളി അല്ലെങ്കിൽ മുരളീധരൻ പിള്ള. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ആ ചവണി ചോക്കിന് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ MD പിള്ള വൈദ്യർ. അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലർ കോൺട്രാക്ടറെന്ന് വിളിക്കും, ചിലർ ടേക്കാരെന്ന് വിളിക്കും, ചിലർ മാലിക്കെന്ന് വിളിക്കും. അത് സെക്ഷൻ്റെയാണ്. എന്തായാലും തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വർഷക്കാലത്തെ ജീവിതം വളരെയധികം തൃപ്തനാണ്, സന്തോഷം അല്ലേ? ആരുടെയും 10 പൈസ മേടിക്കാതെ സുഖമായൊരു ജീവിതം. ആ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ദൈവാനുഗ്രഹങ്ങൾ ഇനിയും ഒത്തിരി ഉണ്ടാകട്ടെ. എല്ലാ വിശ്വസവും. താങ്ക് യു വെരി മച്ച്. ഈ എപ്പിസോഡിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭിലായിലെത്തിയ മുരളീധരൻ പിള്ളയുമായിട്ടുള്ള അഭിമുഖം നിങ്ങൾ കേട്ടു. വളരെ സത്യസന്ധമായി എല്ലാം തുറന്നു പറഞ്ഞു. വൈദ്യരംഗത്തും വ്യാവസായിക രംഗത്തും ഇവിടെ ജനങ്ങൾ തൊട്ടറിയുന്ന അദ്ദേഹത്തിൻ്റെ അഭിമുഖം നമുക്കൊരനുഭവ പാഠമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായിട്ട് വരും. അതിനു മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: മുൻ കേന്ദ്രമന്ത്രി O. രാജഗോപാൽ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭാ അംഗമായത്? ചോദ്യം ഒന്നുകൂടി. കേരളീയനായ മുൻ കേന്ദ്രമന്ത്രി O. രാജഗോപാൽ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭാ അംഗമായത്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.